നമ്മൾ ഓയിലർ-ടോഷ്യൻ ഫംഗ്ഷനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സെറ്റ് എക്സാമിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും ഓയിലർ-ടോഷ്യൻ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഓയിലർ-ടോഷ്യൻ ഫംഗ്ഷൻ്റെ കൺസെപ്റ്റും കുറച്ച് പ്രോപ്പർട്ടീസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റ് എക്സാമിന് മുൻപേ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഓയിലർ-ടോഷ്യൻ ഫംഗ്ഷൻ. ഓയിലർ-ടോഷ്യൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർ എനി ഇൻറ്റിജർ n greater than 1, Euler-Taussian function is denoted by phi of n is defined as the number of elements less than n and relatively prime to n. അതായത് ഫോർ എനി ഇൻറ്റിജർ n greater than 1, ഇപ്പോൾ ഫോർ എക്സാമ്പിളിന് ലെറ്റ് n equal to 6. അപ്പോൾ ഓയിലർ-ടോഷ്യൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ലെസ് ദാൻ n ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു n, അതായത് n എന്ന് പറയുന്ന നമ്പറിന് താഴെയുള്ള നമ്പേഴ്സാണ്, പിന്നെ n-ഉമായിട്ട് റിലേറ്റീവ്ലി പ്രൈം, അതായത് കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്ത എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതാണ് ഓയിലർ-ടോഷ്യൻ ഫംഗ്ഷൻ. അപ്പോൾ ഫൈ ഓഫ് 6 എന്ന് പറയുന്നത് നോക്കാം, 6-ആയിട്ട് GCD 1 ആയിട്ടുള്ള എലമെൻറ്റ്സ് 1, 5 ഈ രണ്ട് എലമെൻറ്റ്സ് ആണ്. സോ ഓയിലർ-ടോഷ്യൻ ഫംഗ്ഷൻ ഫൈ ഓഫ് 6 എന്ന് പറയുന്നത് 2 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് വരുന്നത്. സോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഫൈ ഓഫ് 1 എപ്പോഴും 1 ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഫൈ ഓഫ് 5 കൺസിഡർ ചെയ്താൽ 5-ന് താഴെയുള്ള 5-ആയിട്ട് റിലേറ്റീവ്ലി പ്രൈമായ നമ്പേഴ്സ് 1, 2, 3, 4, അതായത് 5 പ്രൈം നമ്പറാണ്, അതിൻ്റെ താഴെയുള്ള എല്ലാ നമ്പേഴ്സും അതായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. സോ ഫൈ ഓഫ് 5 എന്ന് പറയുന്നത് 4 ആയിരിക്കും. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ലെസ് ദാൻ n ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു n. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു സം പ്രോപ്പർട്ടീസ്. ഇനി പ്രോപ്പർട്ടീസ് നോക്കാം. ഒന്നാമത്തേത് ഫോർ എനി പ്രൈം പി ഫൈ ഓഫ് പി ഇസ് നത്തിങ് ബട്ട് പി മൈനസ് 1. ഇപ്പോൾ ഒരു പ്രൈം നമ്പർ കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഓയിലർ-ടോഷ്യൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പി മൈനസ് 1 ആയിരിക്കും. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ലെസ് ദാൻ പി ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു പി എന്ന് പറയുന്നത് എക്സാക്ട്ലി പി മൈനസ് 1 ഉണ്ട്. അപ്പോൾ 5 എടുത്താൽ ഓയിലർ-ടോഷ്യൻ ഫംഗ്ഷൻ വരുന്നത് 4 ആയിരിക്കും. 7 കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഫൈ ഓഫ് 7 എന്ന് പറയുന്നത് 6 ആയിരിക്കും. 11 കൺസിഡർ ചെയ്താൽ 10 ആയിരിക്കും. ഈ രീതിയിൽ പ്രൈം നമ്പർ ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ വരുന്നത്. ആൻഡ് ഫൈ ഓഫ് എം എൻ ഈക്വൽ ടു ഫൈ ഓഫ് എം ഇൻറ്റു ഫൈ ഓഫ് എൻ വെൻ എവർ GCD ഓഫ് എം ആൻഡ് എൻ ഈസ് 1. അതായത് റിലേറ്റീവ്ലി പ്രൈമായ രണ്ട് നമ്പേഴ്സ് കൺസിഡർ ചെയ്താൽ ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഫൈ ഓഫ് 6. ഫൈ ഓഫ് 6നെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? 6നെ 2 ഇൻറ്റു 3 എന്ന് എഴുതാം. സോ ഫൈ ഓഫ് 6 എന്ന് പറയുന്നത് ഫൈ ഓഫ് 2 ഇൻറ്റു ഫൈ ഓഫ് 3 ഈ രീതിയിൽ എഴുതാം. കാരണം GCD 1 ആണെങ്കിൽ മാത്രം, അതായത് 2-ൻ്റെയും 3-ൻ്റെയും GCD 1 ആണെങ്കിൽ മാത്രമേ നമ്മൾക്കിങ്ങനെ ഈ രീതിയിൽ മാറ്റി എഴുതാൻ പറ്റുള്ളൂ, അല്ലാത്ത കേസിൽ എഴുതാൻ പറ്റില്ല. അതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഫൈ ഓഫ് 4 കൺസിഡർ ചെയ്യാം. ഇപ്പോൾ 4നെ ഞാൻ എഴുതുന്നത് 2 ഇൻറ്റു 2, GCD 1 അല്ല. ഫൈ ഓഫ് 4 എന്ന് പറഞ്ഞാൽ 4-ന് താഴെ 4-ആയിട്ട് റിലേറ്റീവ്ലി പ്രൈമായ നമ്പേഴ്സ് 1ഉം 3 ആണ്. സോ ടോട്ടൽ 2 വരും. ഇനിയിപ്പോൾ ഫൈ ഓഫ് 2 ഇൻറ്റു ഫൈ ഓഫ് 2 കണ്ടു നോക്കാം. ഫൈ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2-ന് താഴെയിലെ 2-ആയിട്ട് റിലേറ്റീവ്ലി പ്രൈമായത് ഒറ്റൊരു നമ്പറാണ്, ദാറ്റ് ഈസ് 1 ഇൻറ്റു 1. അതുകൊണ്ട് ഈ രീതിയിൽ എനി ഇൻറ്റിജറിന് എഴുതാൻ പറ്റൂല. ഇഫ് GCD ഓഫ് എം ആൻഡ് എൻ ഈസ് 1, then we can say that phi of m n is nothing but phi of m into phi of n. Third property, for any prime p, phi of p power n equal to p power n minus 1 into p minus 1. ഇപ്പോൾ ഞാനൊരു phi of 2 power 6 ഇതാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ നമ്പർ കണ്ടിട്ട് താഴെ മുതൽ എണ്ണാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള പ്രോപ്പർട്ടിയാണ് 2 എന്ന് പറയുന്നത് പ്രൈമാണ്, പ്രൈമിൻ്റെ പവറാണ് വരുന്നതെങ്കിൽ പവർ ഒന്ന് കുറയും. 2 power 5 ഇൻറ്റു 2 minus 1 ഇതായിരിക്കും ആൻസർ വരുന്നത്. So for any prime p, phi of p power n is nothing but p power n minus 1 into p minus 1. Then next one, number of units of a ring. നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ റിംഗ് ഓഫ് ഓർഡർ n. ഇത് ഓൾജിബ്രയായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി കൂടെ ഞാനിവിടെ ആഡ് ചെയ്തത്. അപ്പോൾ ഒരു റിങ്ങിൻ്റെ നമ്പർ ഓഫ് യൂണിറ്റ്സ് കാണുന്നത്, റിങ്ങിൽ ഇപ്പോൾ n എലമെൻറ്റ്സ് ആണെങ്കിൽ ഓയിലർ-ടോഷ്യൻ ഫംഗ്ഷൻ കൺസിഡർ ചെയ്താൽ മതി. ഫൈ ഓഫ് n കൺസിഡർ ചെയ്താൽ നമുക്ക് അതിൽ എത്ര യൂണിറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റ് എക്സാമിന് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. First question, if phi of n is an Euler-Taussian function, then for any odd prime p, the value of phi of p square plus p is option A, p into phi of p plus 1, b, p minus 1 into phi of p plus 1, option C, p into phi of p, and option D is p minus 1 into phi of p. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം p square plus 1 p-നെ ഒന്ന് മാറ്റി എഴുതാണ്, which is equal to p into p plus 1. ഇനി നോക്കുക, തന്നത് പ്രൈം നമ്പറാണ്,
അപ്പോൾ പി എന്ന് പറയുന്ന ഇൻറ്റിജറും പി പ്ലസ് 1 എന്ന് പറയുന്ന ഇൻറ്റിജറും കൺസിഡർ ചെയ്യാം. ഇവിടെ ഫൈ ഓഫ് പി സ്ക്വയർ പ്ലസ് പീനെ നമുക്ക് ഫൈ ഓഫ് പി ഇൻറ്റു പി പ്ലസ് 1 എഴുതാം. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് ഫൈ ഓഫ് പി ഇൻറ്റു ഫൈ ഓഫ് പി പ്ലസ് 1 എഴുതാൻ പറ്റുമോ നോക്കണം. ഇവിടെ നോക്കാം, നമ്മൾ ഏതൊരു പ്രൈം നമ്പർ എടുത്താലും അതിന് തൊട്ടടുത്തുള്ള നമ്പറുമായിട്ട് അത് എപ്പോഴും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ഇപ്പോൾ 3 കൺസിഡർ ചെയ്താൽ തൊട്ടടുത്ത നമ്പർ 4, 5 കൺസിഡർ ചെയ്താൽ തൊട്ടടുത്ത നമ്പർ 6, 7 കൺസിഡർ ചെയ്താൽ തൊട്ടടുത്തത് 8, 11 കൺസിഡർ ചെയ്താൽ 12, 13 കൺസിഡർ ചെയ്താൽ 14. അപ്പോൾ ഏതൊരു പ്രൈം നമ്പർ കൺസിഡർ ചെയ്താലും അതിൻ്റെ തൊട്ടടുത്ത നമ്പറുമായിട്ട് അത് എപ്പോഴും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഓയിലർ-ടോർഷൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി പ്രകാരം വി ക്യാൻ റീറിട്ടൺ ആസ് ഫൈ ഓഫ് പി ഇൻറ്റു ഫൈ ഓഫ് പി പ്ലസ് 1. ഇത് നമ്മൾ ഫസ്റ്റ് പറയുന്നുണ്ട് ഓയിലർ-ടോർഷൻ ഫംഗ്ഷൻ്റെ കണ്ടീഷനിൽ പറയുന്നുണ്ട് ഒരു പ്രൈം നമ്പർ പി ആണെങ്കിൽ ഫൈ ഓഫ് പി എന്ന് പറയുന്നത് പി മൈനസ് 1 ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു പി മൈനസ് 1 ഇൻറ്റു ഫൈ ഓഫ് പി പ്ലസ് 1. ഇത് നമുക്ക് കാണാൻ പറ്റില്ല, അത് ഒരു ഇൻറ്റിജറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. പി പ്രൈം ആയതുകൊണ്ട് ഫൈ ഓഫ് പി ഇസ് പി മൈനസ് 1. Therefore answer is p minus 1 into phi of p plus 1. Therefore option B is correct. Next question, let phi denote Euler-Torsion function, then phi of 1024 is equal to option A 1023, option B 512, option C 256, option D 64. അപ്പോൾ നമ്മൾ ആദ്യം 1024 ഒന്ന് ഫാക്ടറൈസ് ചെയ്യാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി. 1024 2 ചെയ്താൽ 512, then again 2, $256, again 2 ചെയ്താൽ 128, again ചെയ്താൽ 64, then 32, then 16, 8, 4, 2. ഇപ്പോൾ ടോട്ടൽ നോക്കുക 1 2 3 4 5 6 7 8 9 10. Therefore 1024 നമുക്ക് 2 raised to 10 എഴുതാം. അപ്പോൾ 1024 2 power 10 എഴുതി. ഇനി ഓയിലർ-ടോർഷൻ ഫംഗ്ഷൻ ആണ് കാണേണ്ടത്. ഫൈ ഓഫ് 1024 is equal to phi of 2 raised to 10. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് phi of p power n. For any prime p we can say that its value is p power n minus 1 into p minus 1. Therefore 2 raised to 10 ൻ്റെ ഓയിലർ-ടോർഷൻ ഫംഗ്ഷൻ 2 raised to 9 into 2 minus 1 എഴുതാം. അപ്പോൾ അതായത് 2 raised to 9 എന്ന് പറഞ്ഞാൽ we will get 512. That is 512 into 2 minus 1 is 1. Therefore 512 into 1 which is equal to 512. 512 ആയിരിക്കും ആൻസർ. That is option B is correct. Next question, number of elements in a group of units of the ring Z50. Z50 number of units എന്താണെന്ന് കണ്ടുപിടിക്കണം. 25, 20, 10, 5 ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ഓയിലർ-ടോർഷൻ ഫംഗ്ഷൻ്റെ കണ്ടീഷൻ പ്രകാരം പ്രോപ്പർട്ടി പ്രകാരം ഞാൻ പറയുന്നുണ്ട് നമ്പർ ഓഫ് യൂണിറ്റ്സ്, ഒരു ഗ്രൂപ്പിലെ നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഫൈ ഓഫ് 50 ആണ്. ഇപ്പോൾ ഫൈ ഓഫ് 50 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം 15നെ ഫാക്ടറൈസ് ചെയ്യാണ്. 15നെ 25 ഇൻറ്റു 2 എന്ന് എഴുതാം. 25നെ 5 സ്ക്വയർ എന്ന് എഴുതാം. പ്രൈമിൻ്റെ ഫാക്ടറായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കുക 5ൻ്റെയും 2ൻ്റെയും GCD 1 ആണ്. GCD of 5 and 2 is 1. Therefore we can write it as 5 of 5 square into 5 of 2. ഫാക്ടറൈസ് ചെയ്ത് ഈ രീതിയിൽ മാറ്റി എഴുതാം. 5 of 5 square into 5 of 2. ഇനി 5 of 5 square 5 പ്രൈം നമ്പറാണ്. പ്രൈമിൻ്റെ പവറായിട്ട് വരികയാണെങ്കിൽ 5 of 5 square is 5 raised to പവർ ഒന്ന് കുറഞ്ഞു, then 5 minus 1. Therefore 5 into 5 minus 1 into 5 of 2. ഓയിലർ-ടോർഷൻ ഫംഗ്ഷൻ ഓഫ് 2 എന്ന് പറയുന്നത് 1 ആണ്. Therefore we will get 5 into 4 which is equal to 20. Therefore option B is correct. ഇപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് കാണുന്നത് ഓയിലർ-ടോർഷൻ ഫംഗ്ഷൻ എടുത്താൽ മതി. Next question, let phi denote the Euler-Torsion function, then which of the following is not necessarily true? Phi of p equal to p minus 1 whenever p is a prime. Phi of mn is equal to phi of m, which is phi of m into phi of n for all positive integers m and n. Phi of p power r into q power s equal to phi of p power r into phi of q power s, where p and q are primes and p not equal to q. And last option, phi of n is either 1 or an even number for all n. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി ഇവിടെ ഒന്നുകൂടെ നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി ആണ് ഫോർ എനി പ്രൈം പി ഫൈ ഓഫ് പി ഇസ് ഈക്വൽ ടു പി മൈനസ് 1. അത് കറക്റ്റാണ്.
രണ്ടാമത്തെ ഫൈ ഓഫ് എം എൻ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എം ഇൻറ്റു ഫൈ ഓഫ് എൻ. ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് നമ്മൾക്ക് പറയാൻ പറ്റില്ല. ഓൺലി വെൻ ദ ജി സി ഡി ഓഫ് എം ആൻഡ് എൻ ഈസ് 1. ഇപ്പോൾ ജി സി ഡി അല്ലെങ്കിൽ റിലേറ്റീവ്ലി പ്രൈമുള്ള കേസിൽ മാത്രമേ ഫൈ ഓഫ് എമ്മിന് എം എന്നിന് ഫൈ ഓഫ് എം ഇൻറ്റു ഫൈ ഓഫ് എൻ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കണ്ടീഷൻ ഓയിലർ-ടോർഷൻ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ദെൻ തേർഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഫൈ ഓഫ് പി പവർ എന്ന് പറയുന്നത് ഫൈ ഓഫ് പി പവർ ആർ ഇൻറ്റു ഫൈ ഓഫ് ക്യൂ പവർ എസ്. സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. പിയും ക്യൂവും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് നിങ്ങൾക്ക് ഓയിലർ-ടോർഷൻ ഫംഗ്ഷൻ ഏത് നമ്പർ എടുത്താലും ഏതോ 1 ഓർ ഫൈ ഓഫ് 1 കിട്ടും. ബാക്കി എല്ലാ കേസിലും ഈവൺ നമ്പറാണ് കിട്ടുക. അതുകൊണ്ട് ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. Therefore ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. Next question, the value of n for which phi of n not equal to n by 2 for phi is an Euler function. അപ്പോൾ നോക്കാം, ഓപ്ഷൻ 2, 4, 6, 8 തന്നിട്ടുണ്ട്. നമ്മൾ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഫൈ ഓഫ് 2 നോക്കാം. ഫൈ ഓഫ് 2 ഈസ് 1. അത് ഏതിന് ഈക്വൽ ആണ്? 2/2 ഈക്വൽ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 2/2. ഫൈ ഓഫ് 4 എന്ന് പറയുന്നത് 1ഉം 3ഉം ആണ് 4ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയത്. സോ 2 വിച്ച് ഇസ് ഈക്വൽ ടു 4/2 കറക്റ്റ് ആണ്. ഫൈ ഓഫ് 6 ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്താലും മതി. ഫൈ ഓഫ് 6 ഈസ് 6ആയിട്ട് റിലേറ്റീവ്ലി പ്രൈമായ നമ്പേഴ്സ് 1 ഉണ്ട്, 5 ഉണ്ട്, 2 ആണ്, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 6/2. 6/2 എന്ന് പറയുന്നത് 3 ആണ്. ആൻഡ് ഫൈ ഓഫ് 8 വിച്ച് ഇസ് ഈക്വൽ ടു 8ആയിട്ട് റിലേറ്റീവ്ലി പ്രൈമായ നമ്പേഴ്സ് 1, 5, 1, 3, 5, 7 4 ഉണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 8/2. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരേ ഒരു നമ്പർ 6 മാത്രമാണ്. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. അപ്പോൾ ചില കേസിൽ നമുക്ക് ഓപ്ഷന് ക്വസ്റ്റ്യനിലേക്ക് പോവാം, ആൻസർ ചെക്ക് ചെയ്ത് നോക്കാം. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the number of integers n 1 less than or equal to n less than or equal to 10 such that phi of n equal to phi of 2n, where phi of n is an Euler-Taussian function is option A 1, option B 2, option C 3 and option D 4. ഇത് ഒരു റോങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സെറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനും ആയിരുന്നു. അപ്പോൾ ഇവിടെ നോക്കാം, ഫൈ ഓഫ് എം എൻ നമ്മൾ പറയുന്നുണ്ട്. ഫൈ ഓഫ് എം എൻ എന്ന് പറയുന്നത് ഫൈ ഓഫ് എം ഇൻറ്റു ഫൈ ഓഫ് എൻ ആണ്. ഇഫ് ജി സി ഡി ഓഫ് എം ആൻഡ് എൻ ആർ 1. ജി സി ഡി 1 ആണെങ്കിൽ നമ്മൾക്ക് ഈ രീതിയിൽ എഴുതാം. അപ്പം നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി നോക്കുകയാണ്. ഫൈ ഓഫ് 2n ഫൈ ഓഫ് 2 ഇൻറ്റു ഫൈ ഓഫ് എൻ എഴുതാൻ പറ്റണമെങ്കിൽ, ഫൈ ഓഫ് 2 എന്ന് പറയുന്നത് 1 ആണ്. സോ 1 ഇൻറ്റു ഫൈ ഓഫ് എൻ എഴുതാൻ പറ്റണമെങ്കിൽ 2ൻ്റെയും n-ൻ്റെയും ജി സി ഡി 1 ആയിരിക്കണം. അപ്പം നമ്മുടെ കണ്ടീഷനായി, അതായത് ഫൈ ഓഫ് 2n ഈക്വൽ ടു ഫൈ ഓഫ് എൻ കിട്ടുന്നത് ഏത് കേസിലാണ്? 2ൻ്റെയും n-ൻ്റെയും ജി സി ഡി 1 ആകുമ്പോൾ. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫൈ ഓഫ് എൻ ഈക്വൽ ടു ഫൈ ഓഫ് 2n ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻറ്റീജേഴ്സ്, നമ്പർ ഓഫ് ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ് നോക്കണം. അപ്പോൾ നമ്പർ ഓഫ് ഇൻറ്റീജേഴ്സ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 വരെയാണ് തന്നിട്ടുള്ളത് n-ൻ്റെ വാല്യൂസ്. അപ്പോൾ 2 ആയിട്ട് നമ്മളിവിടെ പറഞ്ഞ എന്താ, 2 ആയിട്ട് റിലേറ്റീവ്ലി പ്രൈമായ അല്ലെങ്കിൽ കോമൺ ഫാക്ടർ ഒന്നും ഇല്ലാത്ത നമ്പേഴ്സാണ് ഇവിടെ വരിക. അപ്പോൾ n-ൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ് വരിക? 1 വരാം, 3 വരാം, 5 വരാം, 7 വരാം, 9 വരാം. അതായത് ടോട്ടൽ 5 നമ്പേഴ്സ് ഉണ്ട്. Therefore ജി സി ഡി ഓഫ് 2n ഈക്വൽ ടു 1 ഇംപ്ലൈസ് n ഈക്വൽ ടു 1, 3, 5, 7, 9. ഇപ്പോൾ ടോട്ടൽ 5 നമ്പേഴ്സാണ് വരുന്നത്. ആ 5 എന്ന് പറയുന്നത് ഓപ്ഷൻസിലില്ല, 4 വരെയാണുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. ഇൻ കേസ് 1 സ്ട്രിക്ട്ലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെങ്കിൽ 4 ഓപ്ഷൻ ആയിരിക്കും വരിക. ആ കേസിൽ ഡി ആയിരിക്കും കറക്റ്റ്. അല്ലാത്ത കേസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റാണ്. അപ്പോൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു മെത്തേഡ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടത്. ഫൈ ഓഫ് എൻ ഈക്വൽ ടു ഫൈ ഓഫ് 2n ആവുന്നത് ജി സി ഡി ഓഫ് 2 ആൻഡ് n 1 ആകുമ്പോഴാണ്. എന്നിട്ട് നോക്കുക, 2 ആയിട്ട് റിലേറ്റീവ്ലി പ്രൈമായ 10 വരെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 5 എണ്ണം വരും. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 5 എണ്ണം വരും. ഇൻ കേസ് 1 സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണെങ്കിൽ ഈ 1 നമുക്ക് ഇവിടെ പോകും, ബാക്കി 4 എണ്ണമാണ് വരിക. അപ്പോൾ ഈ രീതിയിലാണ് ഓയിലർ-ടോർഷൻ ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു. ഇനിയുള്ള ക്വസ്റ്റ്യൻസ്, ഇനി ഏതെങ്കിലും പോർഷനിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം. ടിൽ ദെൻ ബൈ.